ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിശ്വൻ ശ്രീജനോട് ഇങ്ങനെ സംസാരിക്കാനായിട്ടോ. അപ്പോൾ ശ്രീജ പറയാണ് വിക്രമിനെ കുറിച്ച് ആലോചിച്ചിട്ടാണ് അമ്മയ്ക്ക് ഇത്രയും ടെൻഷൻ. അപ്പോൾ വിശ്വൻ പറയുന്നുണ്ട് അതെ, എന്നും അവനെക്കുറിച്ച് ആദ്യം എടുത്തിടിക്കാനാണ് അമ്മയുടെ യോഗം എന്നൊക്കെ പറയുകയാണ്. എന്തായാലും എനിക്കൊരു സംശയം തോന്നുന്നു വിശ്വേട്ടാ, വിക്രം വേദന കൂടെ ഉണ്ടാവുമോ? വേദയ്ക്ക് അറിയാൻ പറ്റുമോ വിക്രം എവിടെയുണ്ടെന്ന്? അപ്പോൾ വിശ്വം പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല, എല്ലാം ഇട്ടെറിഞ്ഞ് പോയതല്ലേ വേദ, പിന്നെ എങ്ങനെയാണ് അവനെ സംരക്ഷിക്കുക? അപ്പോൾ വിക്രം അല്ല വേദ ശ്രീജ പറയാണ്, എനിക്കെന്തോ അങ്ങനെ തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് പറയട്ടോ. നീ എല്ലാ കാര്യത്തിനും പോസിറ്റീവായിട്ട് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. അപ്പോൾ എന്നെ പുകഴ്ത്താതെ ഞാനൊരു കാര്യം പറഞ്ഞത് അനുസരിക്കുകയും ചോദിക്കണം. അപ്പോൾ എന്താ, ഞാൻ വേദന ഒന്ന് വിളിച്ചിട്ടെ, അമ്മയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അറിഞ്ഞാൽ വേദ വരാതിരിക്കില്ല എന്ന് പറയട്ടോ. അങ്ങനെ വിശ്വനത് സമ്മതിക്കാണ് കേട്ടോ വിളിക്കാനായിട്ട്. ഇതേ സമയം ശ്രീനിവാസനാണെന്നുണ്ടെങ്കിൽ ജാമ്യം കിട്ടി ജയിലിൽ നിന്ന് പുറത്തിറങ്ങി വരികയാണ്. പണികളൊക്കെ കൂടി ഉണ്ട്. അപ്പോൾ മുദ്രാവാക്യമൊക്കെ വിളിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ അവരോടൊക്കെ പാർട്ടി ഓഫീസിലേക്ക് പോകാൻ പറയുന്നുണ്ട്. അതിനുശേഷം രാജേട്ടനോടും ജോസഫിനോടും അകത്തേക്ക് കയറി വരാൻ പറയുകയാണ്. അനിയൻകുട്ടിനുണ്ട്. അങ്ങനെ അകത്തേക്ക് കയറി വരുമ്പോഴേക്കും സുധ ഓടി വരികയാണ് കേട്ടോ. അങ്ങനെ ജാമ്യം കിട്ടിയ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ നമ്മൾ വൈകിട്ട് ഒരു യോഗം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സംഭവിച്ച അറസ്റ്റും അതിൻ്റെ പിന്നിലുണ്ടായ കാരണങ്ങളും ഒക്കെ നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തണം എന്നൊക്കെ പറയുകയാണ്. എന്തായാലും ഇതിൽ വേറെ ആരോ പുറകിൽ കളിച്ചിട്ടുണ്ടെന്ന് ശ്രീനിവാസൻ പറയുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇലക്ഷന് അടുത്ത് വരില്ലേ, അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ ജോസഫ് പറയും, സാറൊന്ന് മുന്നിൽ നിന്ന് തന്നാൽ മതി, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉഷാറാക്കിക്കോളാം എന്ന് പറയുകയാണ്. ഇപ്പോഴാണ് വിക്രം ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് മനസ്സിലാവുന്നത്. വിക്രം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഒരു പാർട്ടിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ ഫോൺ മേടിച്ചിട്ട് ശ്രീനിവാസൻ വാസുവിനെ വിളിക്കാൻ കേട്ടോ. അപ്പോൾ ഹലോ വാസവ എന്ന് പറയുമ്പോഴേക്കും വാസവ ആഹാ ജാമ്യം കിട്ടി പുറത്തിറങ്ങിയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നോൺ വെയിലബിൾ ഒഫൻസിൻ്റെ ഇത് തരാൻ വേണ്ടിയിട്ട് കുറച്ച് ശ്രമിച്ചു എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും കേട്ടോ. അപ്പോൾ വാസവൻ പറയും, അത് ഞാനല്ല, എന്തായാലും എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല, ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ വിക്രമിനെ വെള്ളം പൂശാൻ ശ്രമിച്ചോ, പക്ഷേ അവനെ വെള്ളം കുതിപ്പിക്കേണ്ട കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യണേ. അങ്ങനെ ശ്രീനിവാസൻ പറയാണ് വാസുവിനത്തിൽ പങ്കില്ലെന്നാണ് അയാൾ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പുളിക്കനെ കിട്ടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, വേറെ ആരും ഇതിൻ്റെ പിന്നിൽ കളിക്കുന്നുണ്ടെന്ന് ശ്രീനിവാസൻ പറയുകയാണ്. പിന്നെ വേദ കുളിച്ച് വരാൻ കേട്ടോ. അപ്പോൾ വിക്രം ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ വേദ ഇങ്ങനെ തോർത്തൊരൊറ്റ കുടയാണ് കേട്ടോ വിക്രമിൻ്റെ മുഖത്തേക്ക് വെള്ളമാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ വിക്രം ദേഷ്യത്തിൽ എന്തെന്ന് ചോദിക്കാൻ കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ ഒന്ന് മയപ്പെടാണ് കേട്ടോ. അപ്പോൾ എന്താ എന്ന് ചോദിച്ചിട്ട് വേദ അങ്ങനെ അടുത്തേക്ക് വരാൻ കേട്ടോ. ഇത് ശരിക്കും ഒരു ഏകാന്ത കാരാഗ്രഹവാസം തന്നെയാണെന്ന് പറയട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട്, ഏകാന്തതയോ രണ്ടാളുള്ളപ്പോൾ എങ്ങനെയാണ് വിക്രമ ഏകാന്ത കാരാഗ്രഹവാസം ആവാന്ന് പറയാൻ കേട്ടോ. നീ അതിന് വലിയ മുതലാളിയല്ലേ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നീ കാരാഗ്രഹവാസം എനിക്ക് ഉണ്ടാക്കി തന്ന ആളല്ലേ മുതലാളി, പിന്നെ ഞാനല്ല ഇത് അനുഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എങ്കിലും പുലിമടയിൽ തന്നെ കയറി ഒളിക്കാന്നുള്ളത് ഒരു ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ലേ വിക്രു എന്ന് പറയാൻ കേട്ടോ. പുലിമടേ, അതിന് നിൻ്റെ ചേട്ടനും അച്ഛനൊക്കെ പുലിയായിട്ട് ഞാൻ കരുതിയിട്ടുണ്ടെങ്കിലല്ലേ. പിന്നെ ഞങ്ങളൊക്കെ വെറും എലികൾ, ഈ വിക്രു മാത്രം വലിയ പുലി, ഏറാമുലി എന്ന് പറയട്ടെ. ഏറാമുലിയോ അതേത് പുലി എന്ന് നോക്കിയിട്ട്, ഏറാമുലി എന്ന് പറഞ്ഞാൽ എട്ടുകാലില്ലേ അത് എന്ന് പറഞ്ഞിട്ട്, എടി എട്ടുകാലി നിൻ്റെ അച്ഛനെ പോയി വിളിക്കുകയെന്ന് പറഞ്ഞിട്ട്. എന്ത് അച്ഛനെ? അച്ഛനെ വിളിക്കാതിട്ടാന്ന് പറയട്ടോ. അച്ഛനെ വിളിച്ചാൽ നീ എന്ത് ചെയ്യുന്നു? ഒന്നും കൂടെ വിളിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചെല്ലാണ് കേട്ടോ. ഒന്നും കൂടെ വിളിക്കുകയെന്ന് പറയട്ടോ. അപ്പോൾ വിക്രം ചെറുതായിട്ടൊന്നും പേടിക്കാൻ കേട്ടോ. വിക്രം പറയും, അല്ല അച്ഛനെന്നല്ലേ പറഞ്ഞത്, തന്താന്ന് വിളിച്ചാൽ മാത്രമല്ലേ കുഴപ്പമുള്ളൂ, അച്ഛനെ വിളിച്ചാൽ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് പറയട്ടോ. അപ്പോൾ വേദങ്ങനെ ചിരിച്ചിട്ട് പറയുകയാണേ, അതെ പഴയ വിക്രവും വേതാളം ആവുന്നുണ്ടോ എന്ന് ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണെന്ന് പറയട്ടോ. അപ്പോൾ വിക്രം ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുമ്പോൾ ഞാൻ ഈ ഫോൺ എടുത്തിട്ട് വരാം, എൻ്റെ ഫോൺ താഴെയാണെന്ന് പറഞ്ഞിട്ട് വേഗം പോകട്ടെ നോക്കിയിട്ടൊന്ന് കണ്ണടച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ വിക്രമിനെ. അപ്പോൾ വിക്രമാണെന്നുണ്ടെങ്കിൽ ഒരു നാണത്തോട് കൂടിയിട്ട് ചിരിച്ചങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ വേദ ചെന്നിട്ട് വേഗം തന്നെ ഫോൺ എടുത്ത് സംസാരിക്കാൻ കേട്ടോ. ശ്രീജയാണ് വിളിക്കുന്നത്. എന്താ ശ്രീജ എടുത്തി എന്ന് ചോദിക്കാൻ കേട്ടോ. വേദയ്ക്ക് വിക്രമിനെ കുറിച്ച് വല്ല അറിവുണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പറഞ്ഞ് ഇല്ല ശ്രീജ എടുത്തി, എനിക്കൊരു അറിവുമില്ല. അല്ല വിക്രമിനെ അമ്മയ്ക്കൊന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട്, അമ്മ ഹോസ്പിറ്റലാന്ന് പറഞ്ഞിട്ട്. ഹോസ്പിറ്റലോ? അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കാൻ കേട്ടോ വേദ. അമ്മയ്ക്ക് ഉറക്കത്തിൽ ഫിക്സ് വന്നു എന്ന് പറഞ്ഞിട്ട് അന്ന് നടന്ന സംഭവങ്ങളൊക്കെ വേദനോട് ശ്രീജ പറയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉടനെ തന്നെ വരാം ശ്രീജ അടുത്ത് നിന്നിട്ട് ഫോൺ കട്ട് ചെയ്ത് വേഗം വിക്രമിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് വിക്രമിനോട് പറയാണ്, വിക്രം ഇന്നലെ കണ്ട സ്വപ്നങ്ങൾ സത്യമായി, അത്
എന്ന് പറയട്ടോ. അപ്പോൾ വിക്രം ചോദിക്കുക എന്താ എന്താ കാര്യം എന്ന് പറയാൻ കേട്ടോ. അല്ല അമ്മയ്ക്ക് തീരെ വയ്യ എന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് വെച്ചാൽ വിക്രം ആകെ ടെൻഷൻ അടിക്കാൻ കേട്ടോ. അമ്മയ്ക്ക് ഉറക്കത്തിൽ ഫിക്സ് വന്നു എന്ന് പറയും കേട്ടോ. അപ്പോൾ ദൈവമേ എന്നിട്ട് എന്ന് ചോദിക്കുമ്പോഴേക്കും വിക്രം ആകെ ടെൻഷൻ അടിക്കാൻ കേട്ടോ. പിന്നെ ഇന്നലെ ഒരു നെഞ്ചത്ത് വേദനയും വന്നിട്ടുണ്ട്. സാറില്ല ആൻജിയോഗ്രാം ചെയ്തു, ബ്ലോക്ക് ഒന്നുമില്ല. നീ സത്യം തന്നെയാണ് പറയുന്നത്? ഇല്ല ബ്ലോക്ക് ഒന്നുമില്ല, ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, റൂമിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ എനിക്ക് അമ്മേനെ കാണണം, ഉറപ്പായിട്ടും അമ്മേനെ കാണണം. ഞാൻ എന്തായാലും അമ്മയുടെ അടുത്തേക്ക് പോകാൻ പോകണം. ഒന്ന് മണ്ടത്തരം പറയാതിരിക്കുകയെന്ന് പറയട്ടോ. ഞാൻ പോകാം, ഞാൻ പോയി വിവരങ്ങളൊക്കെ അന്വേഷിച്ച് വരാമെന്ന് പറയട്ടോ. വിക്രം പറയാണ് രാത്രി നമുക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ച് പോകാം എന്ന് പറയട്ടോ. അയ്യടാ, ഭാര്യയും ഭർത്താവും കൂടെ കാഴ്ച കാണാൻ പോകുന്നത് പോലെ അങ്ങോട്ട് പോകാൻ പറ്റുമോ? വിക്രമിനെയും കൊണ്ട് വിക്രം കൂടി ഇരുന്നാൽ മതി, ഞാൻ പോയിട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വരാം. വിക്രം ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കുക, അമ്മയ്ക്ക് ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിക്രമിനെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. വിക്രം പറയാണ് ഇങ്ങനെ ഇത് ശരിയാവില്ല, എനിക്ക് തോന്നുന്നില്ല ഇത് ശരിയാവുന്നു, ഇതൊക്കെ ശരിയാവും, ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് വേദ അവിടുന്ന് പോകുകയാണേ. പിന്നെ വേദ ഹോസ്പിറ്റലിലേക്ക് എത്തുകയാണ്. അപ്പോൾ ശ്രീജ ക്യാൻറ്റീനിൽ പോകാനായിട്ട് പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ അങ്ങനെ ശ്രീജ വേദനയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ്. എന്നിട്ട് വിവരങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ, അമ്മയുടെ കാര്യങ്ങളൊക്കെ. എന്തായാലും വേദ അവിടുന്ന് പോയതിന് ശേഷം അമ്മയ്ക്ക് ഒരു ഉത്സാഹവും ഇല്ല, ആകെ നനഞ്ഞ കുഴിൽ പോലെ ഇരിക്കുന്ന മട്ടാണ്. അമ്മയ്ക്ക് ആകെ സങ്കടമാണ്. ഇതാണ് റൂം എന്ന് പറഞ്ഞിട്ട് റൂമൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ മാഷും ഉണ്ട്. അപ്പോൾ വാതിൽ തുറന്നിട്ട് വേദന കാണുമ്പോഴേക്കും കമലാമ്മ ചാടി എഴുന്നേൽക്കാണ് കേട്ടോ. അപ്പോൾ വേണ്ട വേണ്ട, അമ്മ അവിടെ കിടന്നോ, അമ്മ എഴുന്നേൽക്കൊന്നും വേണ്ട എന്നിട്ട് വേഗം തന്നെ അമ്മയുടെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മാഷ് ഇങ്ങനെ പറയുന്നുണ്ട് ഉറക്കത്തിൽ വിക്സ് വന്നതാണെന്നൊക്കെ പറയുന്നു കേട്ടോ. ഞാൻ അറിഞ്ഞു വെച്ചാൽ മോള് വന്നല്ലോ, എന്തായാലും നന്നായി, എനിക്ക് കാണാൻ പറ്റിയല്ലോ. മോളെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ശ്രീജയുടെ എന്നെ വിളിച്ച് വിവരം പറഞ്ഞു. അതേതായാലും നന്നായി, എനിക്ക് കാണാൻ പറ്റിയല്ലോ. അപ്പോഴേക്ക് സിസ്റ്റർ വന്നിട്ട് പറയാണ് കമലരെ കൂടെയുള്ള അത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർ ഒന്ന് വന്ന് കാണാൻ പറയുമ്പോൾ മാഷ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ടെൻഷനാണ് മോളെ, വിക്രമിനെ നിന്നെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ള ടെൻഷനും ആദ്യമാണെന്ന് പറയുമ്പോൾ അമ്മ എന്തിനാണ് ഇങ്ങനെ ടെൻഷനും ആദ്യമൊക്കെ എടുക്കുന്നത്, അതിൻ്റെ ആവശ്യമുണ്ടോ അമ്മയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. വിക്രമിനൊന്നും സംഭവിക്കില്ല, അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ എനിക്ക് പറ്റുന്നില്ല മോളെ എന്ന് പറയാൻ കേട്ടോ. അമ്മ അങ്ങനെ ടെൻഷൻ അടിക്കുകയും വിഷമിക്കുകയൊന്നും വേണ്ടാന്ന് പറയാണ്. അങ്ങനെ വിഷമിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് മോളെ, അവൻ എവിടെയാണെന്നുള്ളൊരു അറിവില്ലല്ലോ എന്ന് പറയുമ്പോൾ അമ്മ ടെൻഷൻ അടിക്കാൻ വിഷമിക്കൊന്നും വേണ്ട, ഞാൻ അമ്മയോടൊരു കാര്യം പറയാം, പക്ഷെ അമ്മ അത് വേറെ ആരോടും പറയരുതെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ കമലമ്മ ശരിയെന്ന് പറയാൻ കേട്ടോ. വിക്രമിന് ഒരു കുഴപ്പമില്ല, വിക്രം എൻ്റെ കൂടെ ഉണ്ട് അമ്മയെന്ന് പറയാൻ കേട്ടോ. അപ്പോഴേക്കും കമലമ്മ ചാടി എഴുന്നേക്കാണ് കേട്ടോ. എന്നിട്ട് ചോദിക്കുക എന്താ മോളെ പറഞ്ഞത്? വിക്രമിന് ഒരു കുഴപ്പമില്ല, നമുക്ക് വരുണിൻ്റെ കൊലപാതക ശ്രമം വിക്രമിൻ്റെ തലയിൽ കെട്ടിവെച്ചത് ആരാണെന്ന് പുറത്ത് കൊണ്ടുവരേണ്ടേ അമ്മേ, വിക്രം കുറ്റക്കാരനില്ലാതെ തെളിയിക്കേണ്ട അമ്മേ ചോദിക്കുന്നു. വേണം മോളെ എന്ന് പറയണ്ട, അതുകൊണ്ടാണ് വിക്രമിനെ ഞാൻ കൂടെ നിർത്തിയിരിക്കുന്നത്. മോളെ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ, എവിടെ എന്ന് ചോദിക്കാൻ കേട്ടോ. എൻ്റെ കൂടെ തന്നെ അമ്മ എന്ന് പറയാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ കമലാമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. കമലാമ്മ ഇങ്ങനെ 2 കവളും കൂടി കൂട്ടി ചേർത്ത് പിടിച്ചിങ്ങോട്ട് എൻ്റെ മകൻ ചെയ്ത പുണ്യാണ് മോളെ, എൻ്റെ മോൻ ചെയ്ത പുണ്യാണ് മോളെ അവന് ഭാര്യയായിട്ട് കിട്ടിയതെന്ന് പറഞ്ഞിങ്ങാട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിയാണ് കേട്ടോ. അതിനുശേഷം അമ്മ റെസ്റ്റ് എടുത്തോളാൻ പറയുമ്പോഴും കമലാമ്മ വിടുന്നില്ല കേട്ടോ. അങ്ങനെ ഉമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വീണ്ടും കെട്ടിപ്പിടിക്കുകയാണ്. ഭയങ്കര സന്തോഷം ആയിട്ട് കമലാമ്മയ്ക്ക്. പിന്നെ കാണിക്കുന്നത് നമ്മൾ ദർശനെയാണ്. ദർശനും വേദയും കൂടിയിട്ട് കരിക്കൊക്കെ കഴിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദർശൻ പറഞ്ഞിട്ടുണ്ട് താൻ എന്ത് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനൊരു ന്യായം ഉണ്ടെന്ന് കണ്ടെത്തുന്ന ആളായിരുന്നു ഞാൻ, പക്ഷേ ഈ ഒരു തീരുമാനം എനിക്ക് അങ്ങോട്ട് ദഹിക്കുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി പോരാനുള്ളൊരു തീരുമാനം താൻ എടുത്തത് മണ്ടത്തരായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വിക്രമിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതും ഇതിൻ്റെ പിന്നിലും ഒരു കാരണം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഇത് ശരിയായില്ല എന്ന് പറയാം കേട്ടോ. അപ്പോൾ വേദ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ വേദ ആരെയാണ് പേടിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പേടിയല്ല, പക്ഷേ ചില കാര്യങ്ങൾ തെളിവോട് കൂടി വേണം കണ്ടുപിടിക്കാനായിട്ട്, അല്ലാതെ വെറുതെ അങ്ങനെ വിളിച്ച് പറഞ്ഞ് തീരൂല എന്ന് പറയാം കേട്ടോ. അപ്പോൾ ദർശൻ പറയാണ് അവരാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടെ തീരൂലേന്ന് ചോദിക്കുകയാണ്. ഇല്ല അങ്ങനെ തീരൂല, തെളിവ് സഹിതം അവരെ പിടിക്കണം, നിയമത്തിന് മുന്നിൽ എനിക്ക് അവരെ കൊണ്ടുവരണം, അതിനെനിക്ക് ദർശൻ്റെ സഹായം ആവശ്യമാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പിന്നെ ദർശൻ പറയുന്നുണ്ട് എന്ത് സഹായം എന്ന് ചോദിക്കാൻ കേട്ടോ. അങ്ങനെ വേദ ദർശനോട് എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്, ഇന്നെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ വേദ ഈ പറയുന്നതൊന്നും എനിക്ക് അങ്ങനെ മനസ്സിലാവുന്നില്ല എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ദർശനോട് ഇപ്പോൾ തുറന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഉടനെ തന്നെ ദർശൻ അതറിയും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ച് നിൽക്കുന്നത് നമ്മുടെ ശങ്കരനാരായണൻ ആ വഴി പോകുന്നുണ്ടായിട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവർ 2 പേര് കരികൊക്കെ കുടിച്ച് ഇങ്ങനെ വഴിയിലേക്ക് സംസാരിച്ച്
നിൽക്കുന്നത് ശങ്കരനാരായണൻ കാണുകയാണ്. അങ്ങനെ വേദയും നമ്മുടെ ദർശനം കൂടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. വിക്രമിനെ രക്ഷപ്പെടുത്തേണ്ട കാര്യങ്ങളും അപ്പോൾ എല്ലാ കാര്യങ്ങളും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. വിക്രം തെറ്റുകാരനല്ലാന്ന് എനിക്ക് എല്ലാവരും ബോധ്യപ്പെടുത്തണം. പിന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെ ആരാണെന്നുണ്ടെങ്കിലും എൻ്റെ കൂടെ നിൽക്കുമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും നിൽക്കും. പിന്നെ ഞാൻ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് ഒരിക്കലും വിക്രമിനെ ഉപേക്ഷിച്ചിട്ടല്ല. വിക്രമിനെ വിട്ടൊരു ജീവിതം എനിക്ക് ഈ ജന്മത്തിൽ ഇല്ലാന്ന് തന്നെ ദർശനോട് വേദ പറയാൻ കേട്ടോ. അങ്ങനെ പറയുന്ന സമയത്ത് ദർശന മുഖത്തൊരു ചെറിയൊരു വിഷമം ഉണ്ടാകുന്നുണ്ട്. എങ്കിലും ദർശൻ അത് കാണിക്കുന്നില്ല കേട്ടോ. ദർശൻ പറയുന്നുണ്ട് ശരി, എന്തായാലും വേദ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോൾ പോകുന്ന വഴിക്ക് എന്നെ അവിടെ ആക്കിയേക്കെന്ന് പറയും കേട്ടോ. അപ്പോൾ ശരി എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനുശേഷം പിന്നീട് ദീപ്തിനോട് യാത്ര പറഞ്ഞിട്ട് പത്മവും നമ്മുടെ വർഷയും കൊച്ചൊക്കെ കൂടിയിട്ട് ഇങ്ങോട്ട് പോകുകയാണ് കേട്ടോ. യാത്ര പോകുകയാണ്. അങ്ങനെ വാതിലടച്ചും കണ്ട് നേരെ ദീപ്തി പോകുന്നത് മുകളിലേക്കാണ്. അന്നേരം വേദയും നമ്മുടെ വിക്രം കൂടെ സംസാരിക്കുന്നത് ദീപ്തി കേൾക്കാണ്. അപ്പോൾ വിക്രം പറയാണ് ഇത് ശരിയാവില്ല, ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ ശരിയാവില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതേ ശരിയാവുള്ളൂ, ഒന്നും മിണ്ടാതിരിക്കുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ദീപ്തി വന്ന് വാതിലിങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. പിന്നെ പ്രമോണ് കാണിക്കുന്നത്. പ്രമോല് നീ എന്തിനാണ് അകത്തേക്ക് കയറിയത്, നിന്നോട് ആര് പറഞ്ഞ അകത്തേക്ക് കയറാനൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെടാണ്. അപ്പോൾ ദീപ്തി പറയുന്നുണ്ട് എനിക്കറിയണം ഈ മുറിയിൽ ആരാണെന്നുള്ളത്. ഞാൻ ഈ മുറിയിൽ നിന്നൊരു ശബ്ദം കേട്ടു, ആ ശബ്ദം ആരുടെയാണെന്ന് എനിക്ക് അറിയണം, അല്ലാതെ ഞാൻ ഈ മുറിയിൽ നിന്ന് പോകില്ല എന്ന് തന്നെ ദീപ്തി പറയാണ്. അങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ദീപ്തി ഇങ്ങനെ വിക്രമിനെ. പക്ഷേ ദീപ്തി ചതിക്കുമോയെന്നും അറിയില്ല. വാസവനെ കാണാനായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് വാസവനോട് എന്തൊക്കെയോ കരഞ്ഞ് പറയുന്നതായിട്ട് പ്രമോല് കാണിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.